നമസ്കാരം. കേരള കോൺഗ്രസിനുള്ളിൽ കത്തി നിന്ന ക്ഷുഭിത യൗവനം കരിന്തിരി കത്തി തീർന്നതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം. ആകെ ഒരു ആളിക്കത്തലായിരുന്നു. സഭയിലും പൊതുനിരത്തിലും കാലം ചെയ്ത കോൺഗ്രസിലെ ഇരുത്തം വന്ന മുൻനിര നേതാക്കന്മാരുടെ കസേരയിലിരിക്കാനുള്ള യോഗ്യത തനിക്ക് മാത്രമാണെന്ന് പറയിപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു രാഹുൽ. സ്വന്തം നേതൃത്വത്തിൽ കൊള്ളരുതായ്മ പോലും പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പറഞ്ഞ പത്രക്കാരെയും ക്യാമറയും കണ്ടാൽ ഉള്ളിലെ അഭിനേതാവ് തലപൊക്കുന്ന രാഹുലിന് എത്ര വേഗത്തിലാണ് കിരീടവും ചെങ്കോലും വെച്ചൊഴിയേണ്ടി വന്നത്. ലൈംഗികാരോപണം ഒന്നാണെങ്കിൽ സഹിക്കാമായിരുന്നു. ഇത് അങ്ങനെ വല്ലതുമാണോ? കാക്കക്കൂട്ടിൽ പോയി തലയിട്ട കോഴിയുടെ അവസ്ഥയായിപ്പോയി. പെരുന്തച്ഛൻ തന്നെക്കാൾ വളർന്ന മകനെ ഉളിയെറിഞ്ഞു കൊന്ന ചരിത്രമുള്ള നാട്ടിൽ കൂടെ നിന്ന ഗുരുസ്ഥാനീയർ തന്നെ കൊടുത്ത കിടിലൻ പണിയാണ് രാഹുലിന്റെ ഈ ദുരവസ്ഥ വരെ കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചതെന്നൊരു അങ്ങാടിപ്പാട്ടും ഇതിനിടയിൽ പരക്കുന്നുണ്ട്. അതിൽ ഉയർന്നു കേൾക്കുന്ന പേര് പ്രതിപക്ഷ നേതാവ് VD സതീശന്റേതാണ്. അതേ നേതാവിന്റെ ഉത്തരവായിരുന്നു രാഹുൽ നിയമസഭയിൽ വെറുതെ നാണക്കേടുണ്ടാക്കാൻ വരേണ്ടതില്ല എന്നത്. എന്നാൽ താനാരാടോ അത് പറയാൻ എന്ന് ചോദിക്കുന്നത് പോലെ രാഹുൽ കൃത്യസമയത്ത് അജ്ഞാതവാസവും കഴിഞ്ഞ് നിയമസഭയിൽ ഹാജർ. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അങ്ങനെ നീണ്ട അഭ്യൂഹങ്ങൾ കൊടുക്കം നിയമസഭയിലെത്തി. രാഹുൽ നിയമസഭയിൽ എത്തരുതെന്ന നേതാക്കളുടെ താക്കീത് ലംഘിച്ചാണ് രാഹുൽ എത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് രാഹുൽ നിയമസഭയിൽ എത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. നിയമസഭയിലേക്ക് പോകുമെന്ന് ചില കോൺഗ്രസ് നേതാക്കളെ രാഹുൽ നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിനെത്തിയാൽ പ്രത്യേക ബ്ലോക്കിൽ ഇരുത്തുമെന്ന് സ്പീക്കർ AN ഷംസീർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തതായും പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരുത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ കത്ത് കിട്ടിയ സാഹചര്യത്തിലാണ് തീരുമാനമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. അതേപടി തന്നെയായിരുന്നു രാഹുൽ സഭയിൽ ഇരുന്നത്. ഒരിക്കൽ സിംഹത്തെ പോലെ അലറി ഭരിച്ചിരുന്ന സഭയിൽ പൂച്ചയെ പോലെ ഒതുങ്ങിക്കൂടി ഇരിക്കേണ്ടി വന്ന ഗതികേട് കുറച്ച് കഷ്ടം തന്നെയാണ്. എന്നാലും കർമ്മഫലത്തിന് ആരെ കുറ്റം പറയും? അടുത്ത ദിവസങ്ങളിലും തുടർച്ചയായി സഭയിൽ എത്തുമെന്ന് രാഹുൽ പറഞ്ഞിരുന്നുവെങ്കിലും രാഹുലിന്റെ വരവിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ മുറുമുറുപ്പ് ശക്തമായതും പുറത്തുണ്ടായ പ്രതിഷേധങ്ങളും ഒക്കെ കൂടി മാനഹാനി ഇനിയും ബാക്കിയുണ്ട് എന്ന് രാഹുലിന് ബോധ്യമായ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. എന്നാൽ കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി ദീപാദാസ് മുൻഷി നിഷേധിച്ചു. അതേസമയം രാഹുൽ അടുത്ത ദിവസങ്ങളിൽ നിയമസഭയിൽ എത്തിയേക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോകുമെന്നുള്ള സൂചനയുണ്ടായിരുന്നു. എന്നാൽ അതിനെ ശക്തമായി എതിർക്കാൻ ഇടതുപക്ഷവും BJP പ്രവർത്തകരും അണിയറയിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. സഭയിൽ കയറാത്തയാൾ മണ്ഡലത്തിൽ വന്നു എന്ന ചീത്തപ്പേർ ഒഴിവാക്കാനാണ് രാഹുൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്നതും ഇന്ന് സഭയിലെത്തിയ രാഹുലിന് പ്രതിപക്ഷ നിരയിൽ വന്ന കുറിപ്പും ചർച്ചയാകുന്നുണ്ട്. രാഹുലിനൊരു കുറിപ്പ് കിട്ടുകയും അതിനുള്ള മറുപടി എഴുതി നിയമസഭാ ജീവനക്കാരന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നാലെ രാഹുൽ സഭയിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു. അതേസമയം KPCC നേതൃയോഗത്തിൽ നിന്ന് വൈസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ വിട്ടുനിൽക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മുൻ KPCC നേതാക്കളടക്കം പങ്കെടുക്കുന്ന ഭാരവാഹി സമ്മേളനത്തിൽ നിന്നാണ് ഷാഫി വിട്ടുനിൽക്കുന്നത്. അതേസമയം ഷാഫി തൃശൂരിലെ പാർട്ടി പരിപാടികളിൽ സജീവവുമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് SIR സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ച സാഹചര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ, VD സതീശിനെതിരായ സൈബർ ആക്രമണം, വയനാട് DCCയിലെ പ്രശ്നം തുടങ്ങിയ നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ നിന്നാണ് ഷാഫി വിട്ടുനിൽക്കുന്നത്. ഷാഫി രാഹുലിന് സംരക്ഷണം നൽകുന്നുവെന്ന വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഷാഫിയുടെ ഈ തീരുമാനമെന്നതും ശ്രദ്ധേയമാവുന്നത്. ചുരുക്കത്തിൽ രണ്ടും കൽപ്പിച്ച് വീണ്ടും പടയൊരുക്കം നടത്തി നോക്കിയെങ്കിലും രാഹുൽ പരാജയപ്പെട്ട് മടങ്ങേണ്ടി വന്നു എന്ന് സാരം. ഇനിയും പാരസെറ്റമോളുകൾക്ക് ഒടുക്കമില്ലാത്ത രാത്രികൾ തന്നെ രാഹുലിന്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ VD സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച